ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നാടകം ആരംഭിക്കുകയാണ്. എടേ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാശ് നേടിയ സിനിമ ഏതെന്നൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ നമുക്കിന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് റിലീസിന് മുമ്പ് പ്രീ ബിസിനസ്സിലൂടെ 100 കോടി നേടിയ സിനിമ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. അത് വേറൊരു സിനിമയല്ല, അത് ഒടിയനാണ്. ഒടിയൻ ദേ കണ്ടോളൂ. ഇത് വിട്ടത് വേറെ ആരുമല്ല, അതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് അതിൽ വെളിവിട്ടത് സിനിമ റിലീസിന് മുമ്പ്. ഇനി ബുക്കിംഗ് കൊണ്ട് മാത്രം, പ്രീ ബുക്കിംഗ് കൊണ്ട് മാത്രം ആദ്യമായിട്ട് സിനിമ റിലീസിന് മുമ്പ് 100 കോടി നേടിയ സിനിമ ഏതാണെന്ന് അറിയാമോ? മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ഇതാ കണ്ടോളൂ, ഇതാണ് പോസ്റ്റർ. ഇനി അടുത്ത പുതിയ നാടകം എത്തിയിട്ടുണ്ട്. ഓവർസീസിൽ നിന്ന് 30 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത, അഡ്വാൻസ് ആയിട്ട് കളക്ട് ചെയ്ത ഏക സിനിമ അതേതാണ്? ഇതാ കണ്ടോളൂ, ഇതാണ്. അപ്പം ഇതുപോലുള്ള തള്ളുകൾ നമ്മൾ പല മോഹൻലാൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടിച്ചിറക്കുന്നതും സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടിച്ചിറക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് വിശ്വസിക്കുന്ന ഈ 30 കോടി രൂപ ഓവർസീസിൽ നിന്നും അഡ്വാൻസ് കളക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എത്ര മോഹൻലാൽ ഫാൻസ് ഉണ്ട് ഇവിടെ? എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രണ്ടെണ്ണം നിങ്ങൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം 100 കോടി ആദ്യമായിട്ട് പ്രീ ബിസിനസ്സിലൂടെ നേടിയ മലയാള സിനിമ ഒടിയനാണെന്നും 100 കോടി രൂപ ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ, അതായത് അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിലൂടെ നേടിയ സിനിമ മരക്കാറാണെന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ മാത്രം ഇത് നമ്മൾ സമ്മതിക്കാം. 30 കോടി രൂപ പ്രീ ബിസിനസ്സിലൂടെ. ഇതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇത് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പുറകെ അയ്യോ ലാലേട്ടന് 30 കോടി ലാലേട്ടന് 30 കോടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വരാതെ അതിന് മുമ്പ് എന്താണ് ചരിത്രം, ആശീർവാദ് സിനിമാസിന്റെ ചരിത്രം എന്താണ്, അത് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ആശീർവാദ് സിനിമാസ് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമയെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ 100 കോടി 200 കോടിയിലോട്ട് എത്തിക്കും. പക്ഷേ ഇത് 30 കോടി എത്തിച്ചിട്ടുള്ളൂ, എന്തോ ഭാഗ്യത്തിന്. 30 കോടി ഇതൊക്കെ കിടമ്പോൾ ഞാൻ അത്ര പറഞ്ഞോളാം. അതല്ല പറയേണ്ടത്. അവർ 100 കോടിയാണ് അവർ സ്ഥിരം പിടിച്ചോണ്ടിരുന്നത്, ഇപ്പം 30 കോടിയാക്കി. അപ്പോൾ അതിനർത്ഥം ഒടിയനും മരക്കാരനും പോലും കിട്ടിയത് പോലും ഇതിന് കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ശിഷ്യ, അത് ഭയങ്കര മോശമായി പോയി കേട്ടോ. നിങ്ങൾ മോഹൻലാൽ ഫാൻസ് അല്ലേ? നിങ്ങൾ ചോദിക്കണ്ടേ 30 കോടി എന്തിനാണ് തള്ളിയത്? 30 കോടിയൊക്കെ പണ്ടത്തെ കണക്കല്ലേ? ഇപ്പോൾ 100 കോടി നിങ്ങൾ 100 കോടി നേരത്തെ പറഞ്ഞല്ലോ, 150 കോടി 200 കോടി തള്ളാത്തത് നിങ്ങൾക്ക് ചോദിക്കാം. ഒരു മോഹൻലാൽ ഫാൻസിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, 100 കോടി എന്ന് പറയുന്നത് തള്ളാത്ത എന്തുകൊണ്ട് നമുക്ക് ഓവർസീസിൽ 100 കോടി കിട്ടിയെന്ന് തള്ളി ഇറക്കിക്കൂടാ എന്ന് നിങ്ങൾക്ക് മോഹൻലാലിനോടും അണിയർ പ്രവർത്തകരോടും നിങ്ങൾക്ക് ചോദിക്കാം. കാരണം നിങ്ങൾ മോഹൻലാൽ ഫാൻസാണ്. 30 കോടി എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനെ താഴ്ത്തി കളയലിടേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം നിങ്ങൾ ഈ രണ്ടെണ്ണവും വിശ്വസിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ രണ്ടെണ്ണം വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഉണ്ടെങ്കിൽ ഇത് നമ്മളെല്ലാവരും വിശ്വസിക്കാം. 30 കോടി രൂപ ആദ്യമായിട്ട് മലയാള സിനിമയ്ക്ക് ഓവർസീസ് 30 കോടി രൂപ ഓവർസീസിൽ ഒരാൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ പോലും ഓവർസീസിൽ 100-120 കോടി രൂപ നേടിയാൽ മാത്രമേ അവർക്ക് 30 കോടിയെങ്കിലും മുടക്കിയ പൈസ തിരിച്ചു കിട്ടുള്ളൂ. അതുപോലും മനസ്സിലാക്കാത്ത വണ്ടന്മാരാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 30 കോടി ഓവർസീസിൽ അഡ്വാൻസ് ആയിട്ട്, മൊത്തത്തിലല്ല അഡ്വാൻസ് ആയിട്ട് കിട്ടിയത് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവന്മാരുണ്ട് ഇതിനകത്ത്. എന്നാൽ 120 കോടി രൂപ അവർക്ക് അവിടെ കിട്ടിയാൽ ഈ 30 കോടി രൂപ ഈ മുതലേ അവന് കിട്ടുള്ളൂ. അപ്പം ലാഭം കിട്ടണമെങ്കിൽ അപ്പോൾ എത്ര കോടി അവിടെ കളക്ട് ചെയ്യണം? ഏത് സിനിമയാണ് ഓവർസീസിൽ നിന്ന് 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത മലയാള സിനിമ? ഒരു സിനിമയില്ല. എൻ്റെ പൊന്നു മണ്ടന്മാരെ, നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇതൊക്കെ ഇവരുടെ റിലീസ് ചെയ്യുമ്പം പടം ഹിറ്റടിക്കാനും ഹൈപ്പ് കയറ്റാനും ആദ്യ ദിന കളക്ഷൻ തള്ളിക്കയറ്റാനുമുള്ള ഒരിതാണ്. കാരണം ആദ്യ ദിനം ഇവർ 7-8 കോടി 10-12 കോടി രൂപ ലക്ഷ്യം വെച്ചാൽ അവർ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ കേൾക്കും, അയ്യോ 30 കോടി രൂപ നേടിയ ലാലേട്ടൻ്റെ ആദ്യത്തെ സിനിമ, 30 കോടി രൂപ നേടിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ടിക്കറ്റ് എടുത്ത് കയറി കൊടുക്കും. മരക്കാറ് ഒടിയനും ഒക്കെ നിങ്ങൾക്ക് ആവർത്തിക്കുന്ന സ്ഥിതി ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല സിനിമ ഈ സിനിമ വിജയിക്കണമെന്നല്ല എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ 30 കോടി രൂപ നേടിയ മലയാളത്തിൻ്റെ ആദ്യത്തെ സിനിമ നമ്മുടെ എമ്പുരാനാണെന്ന്? എങ്കിൽ നിങ്ങൾക്കൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.